പ്രിയപ്പെട്ടവര്, ഇറാൻ ഇസ്രയേലിന് നേരെ നടത്തുന്ന ആക്രമണങ്ങളുടെ 86ാമത്തെ ഘട്ടത്തിൽ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ ലോകത്തോട് പറയുന്നത് ഇസ്രയേലിനെതിരെയുള്ള ഞങ്ങളുടെ ആക്രമണം അത് ഇറാന് വേണ്ടി മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നേരെ മറിച്ച് മുസ്ലിമീങ്ങൾക്കും ക്രൈസ്തവർക്കും അതുപോലെ മറ്റു മതവിഭാഗങ്ങൾക്ക് എല്ലാം വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ പ്രതിരോധിക്കുന്നത് എന്നാണ്. ആ രീതിയിലാണ് 86ാമത്തെ ഘട്ടത്തിൽ ഉള്ള മിസൈൽ ആക്രമണത്തിൽ മിസൈലിൽ പതിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മിസൈൽ ആക്രമണം ലോകത്തുള്ള മുഴുവൻ ക്രൈസ്തവർക്ക് വേണ്ടി കൂടെയാണ് എന്നാണ് ഇപ്പോൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ലബനാനിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനപ്പെട്ട മൂന്ന് മാധ്യമ പ്രവർത്തകരെ വധിച്ചിട്ടുണ്ട്. അവർക്കുള്ള പ്രതികാരം കൂടെയാണ് ഈ ആക്രമണം എന്നാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ക്രൈസ്തവർ ആരാധിക്കുന്ന, അവർ ബഹുമാനിക്കുന്ന പല നേതാക്കൾക്കെതിരെയും ജൂത ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ, ചരിത്രങ്ങളിൽ നമുക്കിത് വായിക്കാൻ സാധിക്കും. എന്നാൽ ഇതിന്റെ എല്ലാം ഒരു പ്രതികാരം എന്ന നിലയിലാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതോടൊപ്പം ഇറാന്റെ ഖാത്തമുൽ അംബിയ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള അവരുടെ മിലിറ്ററി സ്പോക്സ്മാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലിൽ കുടുങ്ങിയ കാരണം ഇസ്രയേലി മന്ത്രിമാരുടെ കൈകളിലെ കളിപ്പാവയായി മാറിയിരിക്കുന്നു എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഏതെങ്കിലും ഇറാന്റെ ഭാഗം പിടിച്ചടക്കാൻ കരുതുന്നുവെങ്കിൽ അത് കേവലം ദിവാസ്വപ്നം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അതിശക്തമായ പ്രതിഷേധ റാലികളും പ്രക്ഷോഭങ്ങളുമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഏകദേശം 3000 സിറ്റികളിലെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാന്റെ ഓരോ സിറ്റികളിലും ഇറാന്റെ ഭരണകൂടത്തിനെതിരെ സമരം നയിക്കാൻ വേണ്ടി എല്ലാവിധ സഹായവും അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ചായിരുന്നു നൽകിയിരുന്നത്. നമുക്കറിയാം, സ്റ്റാർലിങ്ക് അടക്കമുള്ള സൗകര്യങ്ങളായിരുന്നു മൊസാദ് ചാരന്മാർ അവിടെയുള്ള ഇത്തരം വിഭാഗങ്ങൾക്ക് നൽകിയിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഇറാനിൽ പ്രതിഷേധങ്ങളില്ല, അവർ ഒറ്റക്കെട്ടായിരിക്കുകയാണ്. എന്നാൽ അമേരിക്കയിലും ഇപ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിരിക്കുന്നു. പക്ഷേ അത് ട്രംപിനെതിരാണ് എന്ന് മാത്രം. കാരണം ട്രംപിനെ അനുകൂലിച്ചിരുന്ന ആളുകൾ പോലും ഇപ്പോൾ കാലുമാറുന്ന സാഹചര്യമാണ്. ട്രംപിന്റെ വസതികളിലേക്ക് ഇപ്പോൾ അതിശക്തമായ മാർച്ചുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും എപ്സ്റ്റീൻ ഫയലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ട്രംപ് ഇത്തരം നീക്കങ്ങൾ ഇസ്രയേലിന് വേണ്ടി നടത്തിയത് എന്നും, എന്നാൽ ഇതിന് അമേരിക്കയിലെ ജനങ്ങൾ ഇതിന് മറുപടി കൊടുക്കുമെന്നുമാണ് ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത്.